അതെ, അജിത് കുമാർ അത് സമ്മതിച്ചു. എം.ആർ. അജിത് കുമാർ RSSൻ്റെ നേതാവുമായിട്ട് തൃശ്ശൂരിൽ നിന്ന് കണ്ടു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എപ്പോഴാണ് പറഞ്ഞത്? 22-ാം തീയതി രാവിലെ അടിയന്തര പത്രസമ്മേളനം വിളിച്ച് 11:30 മണിക്ക്. അദ്ദേഹം എന്താ പറഞ്ഞത്? എം.ആർ. അജിത് കുമാർ RSS നേതാവിനെ കണ്ടു, പിണറായി വിജയൻ്റെ ദൂതനായി പോയി തൃശ്ശൂർ പൂരം കലക്കാനും സീറ്റുണ്ടാക്കി കൊടുക്കാനുമുള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. ആണല്ലോ അല്ലേ? പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായിരുന്നു അടിയന്തര യോഗത്തിൻ്റെ കാരണം? വളരെ പെട്ടെന്ന് വരണമെന്നാണല്ലോ പത്രക്കാരോട് പറഞ്ഞത്. ഓടിക്കലച്ച പത്രക്കാർ പലരും എത്തിയത്. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിതനാകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വെളിപ്പെടുത്തും. എൻ്റെ കയ്യിൽ കിട്ടിയ വിവരം അജിത് കുമാറിൻ്റെ സൈബർ സംഘം അറിഞ്ഞു ഈ മെസ്സേജ്. അപ്പോഴാണ് അടിയന്തരമായിട്ട് ഇങ്ങനെ സമ്മേളനം നടത്താൻ ഇവർ തമ്മിൽ കൂടിയാലോചന നടക്കുന്നത്. എന്താ കാരണം? പുനർജനി കേസിൽ ED അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങും എന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. ബർമിംഗ്ഹാം പോയി പിരിവ് നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായ തെളിവാണ്. അപ്പോൾ ഈ 11:30 മണിക്ക് അദ്ദേഹം ഈ പത്രസമ്മേളനം എനിക്ക് 10:30 മണിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനതിൻ്റെ വെരിഫൈ ചെയ്തിട്ട് പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായും. അപ്പോൾ അതുകൊണ്ട് 11:30 മണിക്കാണ് അദ്ദേഹം അത് പറയുന്നത്. 11 മണിക്ക് ശേഷം കൃത്യമായ സമയം നിങ്ങൾ TV പരിശോധിച്ചാൽ കാണും. അപ്പോൾ അതിനെ ഞാനിങ്ങനെ പറയല്ലേ. അപ്പോൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പ്രതിപക്ഷ നേതാവിന് RSSുമായി ബന്ധമുണ്ട്, അജിത് കുമാറുമായി ബന്ധമുണ്ട്. കേരളത്തിൽ RSSുമായി ചേർന്നുകൊണ്ട് LDFനെ ഒരുപാട് പണികൾ അവർ പണിതിട്ടുണ്ട്. അപ്പോൾ RSSൻ്റെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പുനർജനി കേസിൽ നിന്ന് ഈ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടണം. കേരളത്തിൻ്റെ പോലീസിനെ അന്വേഷിക്കുന്നതിന് പരിധിയുണ്ട്. കാരണം വിദേശ ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണ്. വിദേശത്തുനിന്ന് പണം വന്നതാണ്. ആ കേസിൽ അവർ സഹായിക്കാം എന്ന ധാരണ മുമ്പേ ഉണ്ട്. അത് അടിവരയിടാൻ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ ഒരു സീറ്റ് ഞങ്ങൾ സഹായിക്കാം. ആ വോട്ട് പരിശോധിച്ചാൽ അറിയാലോ ആരെ വോട്ടാണ് പോയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് കുറഞ്ഞിട്ടില്ല, കുറച്ച് വർദ്ധിച്ചിരിക്കുകയാണ്. വോട്ട് പൂർണ്ണമായും പോയത് കോൺഗ്രസിൽ നിന്നാണ്. അത് കണക്കുണ്ടല്ലോ. അപ്പോൾ ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് അൻവർ ഇങ്ങനെ വിളമ്പുന്നത്. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എനിക്ക് ആ മെസ്സേജ് കിട്ടിയത് ഇതാ. ശരിക്കും നിങ്ങൾ പരിശോധിക്കുക. വെനസ്ഡേ 1:53. അപ്പോൾ ഇതേ കൊടുക്കാം. അപ്പം ഈ പറഞ്ഞതുപോലെ PV അൻവറിന് ഈ വിവരം കിട്ടിയിരിക്കുന്നു. PV അൻവർ ഈ വിവരം വെളിപ്പെടുത്താൻ പോകുന്നു. അപ്പോൾ അതിനെ നേരെ ഉൾട്ട പിണറായി വിജയൻ്റെ ആവശ്യപ്രകാരം ഈ പറയുന്ന ADGPയെ ഈ കാര്യത്തിന് BJPക്ക് സീറ്റുണ്ടാക്കി കൊടുക്കാം, അതിന് മറ്റു സഹായം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പിണറായി വിജയൻ പറഞ്ഞു വിട്ടു എന്ന അദ്ദേഹം കുരുങ്ങാൻ പോകുന്നത്. എന്നാൽ അദ്ദേഹം സ്വയം ഏറ്റെടുക്കട്ടെ. ഞാൻ ED അന്വേഷണത്തിന് തയ്യാറാണെന്ന് പറയട്ടെ. പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ EDക്ക്, എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അപരാധമുണ്ട്, ഞാൻ ഈ കളവ് നടത്തിയിട്ടില്ല, ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല, ED അന്വേഷിക്കട്ടെ എന്ന് എഴുതി കൊടുക്കട്ടെ. എന്താ എഴുതി കൊടുക്കാത്തത്? വെല്ലുവിളിക്കുന്നു. പിണറായിയെ പേരിൽ ഈ RSSനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക. ഒന്ന് എഴുതി കൊടുക്കട്ടെ, പുനർജനി കേസ് ED അന്വേഷിക്കണമെന്ന്.